പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ചാണോ നടക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ദൈവവചനത്തിൽ പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ എൻ്റെ അടുക്കൽ കടന്നുവന്ന്, പൗലോസേ, നീ ഭയപ്പെടേണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പൗലോസ് റോമയിലേക്കുള്ള തൻ്റെ യാത്രയിൽ കപ്പൽ അപകടത്തിൽ അതിൻ്റെ അകത്ത് അടിച്ച പലവിധമായ നിരവധി കാറ്റുകൾ, ഈശാനമൂലൻ ആശ നശിപ്പിക്കുമെന്ന്, രക്ഷപ്പെടുവാനുള്ള ആശ നശിപ്പിക്കുന്ന കാറ്റുകൾ, പ്രതികൂല കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ഇപ്രകാരം പലവിധമായ കാറ്റുകളെ പറ്റി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ പൗലോസിനെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. ആ സമയത്ത് പൗലോസിനറിയാം, തൻ്റെ കൂടെ യാത്ര ചെയ്ത താൻ ഉൾപ്പെടെ 276 യാത്രക്കാര് ആ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിൽ പൗലോസ് ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പൗലോസിന് ഭയപ്പെടുവാനിടയായി തീർന്നില്ല. കാര്യം അവനറിയാം, ചരക്കുകൾ നഷ്ടപ്പെട്ടാലും അല്ല നന്മകൾ നഷ്ടപ്പെട്ടു പോയാലും തൻ്റെ പ്രാണനൊരു ഹാനിയും സംഭവിക്കുകയില്ലെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് വ്യക്തമായി ഇടപെടുവാനിടയായി തീർന്നെങ്കിൽ ഈ ആലോചനകളെ തൻ്റെ കൂടെയുള്ള കപ്പലുടമയോടും യാത്രക്കാരോടും അത് അവതരിപ്പിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിരവധിയായ കാറ്റുകളും പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെയുള്ള യാത്രക്കാർ നിലവിളിക്കുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ആരുടെയും പ്രാണനൊരു നഷ്ടവും വരികയില്ലെന്ന് ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ സകലതും അസ്തമിച്ചു, സകലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മുൻപോട്ട് യാതൊരു സാധ്യതയുമില്ല ന്ന് ഇന്നെന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിരിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ കൃപ ആത്മാവിൽ സഞ്ചരിക്കുന്നവര്, ആത്മാവിനോട് കൂടെ ചേർന്ന് നടക്കുന്നവരോട് എനിക്കിന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനുള്ളത്, എത്ര പേർക്ക് ഈ വചനത്തിൽ ആമേൻ പറഞ്ഞ് വിശ്വസിക്കുവാൻ കഴിയും? നമ്മുടെ ദൈവം ജയത്തിൻ്റെ ദൈവമാണ്. യഹോവ നിസ്സി. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.